ബീഹാറിന്റെ മണ്ണും മനസ്സും ആർക്കൊപ്പമാണെന്നറിയാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ് മതി. ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ബീഹാറിൽ നിന്നും വിജയം നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. നിതീഷ് കുമാർ സർക്കാരിനെതിരായ ജനവികാരത്തിന്റെ സാക്ഷ്യപത്രമായാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ റെക്കോർഡ് പോളിംഗ് ശതമാനവും സ്ത്രീ പങ്കാളിത്തവും എന്നാണ് ബീഹാറിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. 121 മണ്ഡലങ്ങളിലായാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. 2020 ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം ലഭിച്ച ഈ മേഖലയിൽ ഇത്തവണ 80-നും 90-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് RJDയും കോൺഗ്രസും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 64.69% ആദ്യഘട്ട പോളിംഗ്. 2000-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇതിനു മുൻപ് ഉയർന്ന പോളിംഗ് ഉണ്ടായത്, 62.57%. പോളിംഗ് ശതമാനത്തിലെ വർധനവും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടമായി വോട്ട് ചെയ്യാൻ എത്തിയതും സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനും NDAയ്ക്കും സംഘപരിവാറിനും എതിരായ തരംഗമെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. നിതീഷ് കുമാർ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണ് ബീഹാറിൽ നിലനിൽക്കുന്നത്. ഇത് വോട്ടാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും RJDയും കോൺഗ്രസും നടത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ്, കൃഷ്ണ അല്ലരവു, ജയറാം രമേശ്, കനകയ്യകുമാർ, രാജേഷ് റാം, പപ്പു യാദവ് തുടങ്ങി കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാർ എല്ലാം ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ സജീവ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. കൂടാതെ RJD നേതാവ് തേജസ്വി യാദവും മുഴുവൻ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചു. പ്രതികൂലമായ കാലാവസ്ഥയെ പോലും മറികടന്നുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ ബീഹാറിൽ കോൺഗ്രസിന്റെയും RJDയുടെയും മഹാറാലികൾ നടന്നത്. റാലികൾക്കെത്തി വൻ ജനക്കൂട്ടം വോട്ടായി മാറുമെന്നും 180-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നുമാണ് കോൺഗ്രസിന്റെയും RJDയുടെയും കണക്കുകൂട്ടൽ. ഈ കണക്കുകൂട്ടലുകൾക്ക് കരുത്തു പകരുന്നതാണ് ആദ്യഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണൻ തേരു തെളിയിച്ചതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ തേരു തെളിയിച്ചത് തേജസ്വി യാദവ് ആണെങ്കിൽ വില്ലുകുലച്ചത് രാഹുൽ ഗാന്ധിയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ഇത്തവണ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് RJDയും കോൺഗ്രസും പറയുന്നത്. ബീഹാറിൽ ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. NDAയ്ക്ക് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ബീഹാറിൽ ഉണ്ടായാൽ നിതീഷ് കുമാർ NDA വിടാനും സാധ്യതയുണ്ട്. ഇനിയും തീരാത്ത പടല പിണക്കമാണ് ബീഹാറിൽ NDAയെ കുഴപ്പത്തിലാക്കുന്നത്. രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിലും പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. പാടലീപുത്രിയുടെ മണ്ണിൽ ദേശീയ നേതാക്കളടക്കം കളം നിറഞ്ഞുകൊണ്ടാണ് രണ്ടാം ഘട്ട പ്രചരണം പുരോഗമിക്കുന്നത്. ഹരിയാനയിലെ വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം ബീഹാറിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ വഴിവെക്കുന്നത്. ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടാക്കുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലൂടെ ദേശീയ നേതാക്കന്മാരുടെ പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. കോൺഗ്രസിന്റെയും BJPയുടെയും സ്റ്റാർ ക്യാമ്പയിനർമാർ എല്ലാം ഈ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുന്നുണ്ട്. BJPയുടെയും നിതീഷ് കുമാറിന്റെയും എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ കോൺഗ്രസ് ക്യാമ്പിന്റെ അവകാശവാദം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ കൂട്ടുകെട്ടിന്റെയും സമവാക്യങ്ങളുടെയും തുടക്കമായിരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ജാതി സമവാക്യങ്ങളുടെ പ്രയോഗം, മത്സരത്തിന്റെ കാഠിന്യം തുടങ്ങിയ ഘടകങ്ങളാൽ നിർണായകമായ 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കിയത്. ഇവിടങ്ങളിലെല്ലാം പഴുതടച്ച പ്രചരണം നടത്തിയ RJDയും കോൺഗ്രസും 100% ആത്മവിശ്വാസത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ ഉയർത്തിക്കാണിച്ചതും ഗുണകരമായി മാറുമെന്നാണ് മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തേജസ്വി യാദവിനൊപ്പം പ്രചരണത്തിനിറങ്ങിയതോടെ യുവാക്കളുടെ വലിയൊരു ശതമാനം വോട്ട് തങ്ങളുടെ പെട്ടിയിൽ എത്തിയെന്നാണ് RJDയും കോൺഗ്രസിന്റെയും കണക്കുകൂട്ടൽ. റാന്തൽ ആലേഖനം ചെയ്ത ഹരിത പതാകയും കോൺഗ്രസിന്റെ ത്രിവർണ പതാകയും ഇടതു പാർട്ടിയുടെ ചെങ്കൊടിയും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ബീഹാറിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പാറിപ്പറക്കുമ്പോൾ നവംബർ 14 വോട്ടെണ്ണി പൂർത്തീകരിക്കുമ്പോൾ ബീഹാറിൽ ജനാധിപത്യ മതേതര ചേരിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം.